ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവാണ്. മൂന്നാർ. ഞങ്ങൾ പോകുന്ന ബൈക്കുകളാണിത്. ബുള്ളറ്റ് അല്ല കേട്ടോ, ഈ വണ്ടിയും ആ വണ്ടിയും. ഞങ്ങൾ പോകുന്നതിൽ ഒരാൾക്ക് മാത്രം നല്ല വിഷമമുണ്ട്, അവനെ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. ഞങ്ങൾ പ്രിയ സുഹൃത്തായി ഞങ്ങളെ കുട്ടൂസ്. ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ അരികിലേക്ക് ഓടി വരുന്ന അവൻ ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ കാലിന് പറ്റിയ റീസൺ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഞങ്ങൾ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാം കുട്ടൂസേ. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അതായത് എറണാകുളത്ത് നിന്നും മൂവാറ്റുപുഴ വഴി കോതമംഗലം വഴി ഇടുക്കിയിൽ നിന്നാണ് ഞങ്ങൾ രാമക്കൽമേടുക്ക് പോകുന്നത്. പോകുന്ന വഴി നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് എല്ലാം. പല പ്രശ്നങ്ങൾ യാത്രയിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഞങ്ങൾ മറികടന്നു. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു കാറുകാരൻ മുട്ടിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ടിലൂടെ പോയി. ഞങ്ങൾ കുറേ ചീത്ത പറഞ്ഞു, അദ്ദേഹം കേട്ടില്ല. ഞങ്ങൾ അതിനുശേഷം ചായ കുടിക്കാനായിട്ട് ഒരു കടയിലേക്ക്. ഞങ്ങളുടെ മൂന്നാർക്കുള്ള ട്രിപ്പ് ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞായിരുന്നു. വന്ന വഴി തന്നെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ സേഫായിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ളവനൊന്നും പേടിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പം മഴയൊന്നുമില്ല, ഞങ്ങൾക്ക് സേഫായിട്ട് ഞങ്ങളുടെ യാത്ര പോകുന്നു. ഇതാണ് ഞങ്ങളുടെ ചങ്ക് ബ്രോ. ബ്രോ ചങ്ക് ബ്രോ, ഇത് ഒരു ഗാങ്സ്. ഇത് ഞങ്ങളുടെ ചങ്ക് ബ്രോ ഓടിപ്പോവാണ് ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും ഞങ്ങൾക്ക് ഈ യാത്ര. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് ആ ഷോപ്പ്. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് യാത്ര തുടർന്നു. പോകുന്ന വഴി എത്ര മനോഹരമായ പ്ലേസുകളാണെന്നറിയാം. നമ്മുടെ സുഹൃത്തുക്കളാണ് പുറകിലൂടെ വരുന്നത്. വരുന്ന വഴിക്ക് വണ്ടിയുടെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇത്ര മനോഹരമായ സ്ഥലം ഞങ്ങളുടെ ലൈഫിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കൊരു ഭാഗ്യമാണ്. പോകുന്ന വഴിക്കൊരു മലയുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും പോകുമ്പോൾ അവിടെ കയറേണ്ടതാണ്. ഇത് ഞങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടായിട്ട് വന്ന ഷിജിൻ ബ്രോ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് അടുത്ത ലൊക്കേഷനിലേക്കാണ്. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. മസ്റ്റായിട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് കയറണം. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു നേരെ രാമക്കൽമേടിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല രസമാണ്, എല്ലായിടത്തും കാണാനും. ഞങ്ങൾ അങ്ങനെ രാമക്കൽമേടെത്തി. രാമക്കൽമേടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് അവിടെ. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പറന്നു പോകും കിളികളെ പോലെ. അതുകൊണ്ട് ശ്രദ്ധിച്ച് പിടിച്ചൊക്കെ നിൽക്കണം എന്നുള്ളൂ. അവിടുത്തെ ഏറ്റവും വലിയൊരു സ്റ്റാറ്റു ആണ്. നമ്മൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വ്യൂ പോയിൻറ്റും അങ്ങ് ദൂരെ ഒരു മലയുണ്ട്. ഞങ്ങൾ പലവരോട് ചോദിച്ചോടെ അവിടേക്ക് പോകാനുള്ള വഴി. അപ്പോൾ അവർ പറഞ്ഞു ആ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതിലൂടെ ഇറങ്ങി നിങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാം. പക്ഷെ പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, പിള്ളേരുണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അത്രക്കേറെ കാറ്റാണ് അവിടെ. ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഇതാണ് ഞങ്ങൾ ആ കാണുന്ന മല. ഭൂമിയിൽ നിന്ന് ഞങ്ങൾ ഈ മലയുടെ ഏറ്റവും മുകളിലേക്ക് കയറാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ എല്ലാ പാറയിലും പിടിച്ചാണ് കയറുന്നത്. നല്ലൊരു കാറ്റായതുകൊണ്ട് മാത്രം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കാറ്റിൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ ഞങ്ങൾ മല കയറി മലയുടെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ എത്തി. ഞങ്ങൾ അവിടെ നിന്നും രാമക്കൽമേട് മൊത്തം കണ്ടു, തമിഴ്നാടും കണ്ടു. ഞങ്ങൾ അവിടെ പോസും കാര്യങ്ങളെല്ലാം എടുത്ത്. എത്ര ഭംഗിയാണെന്നറിയാം അവിടെ ചെന്ന് കഴിയുമ്പോൾ. നമ്മൾ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കണം, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. മസ്റ്റായിട്ട് പിള്ളേരാണെങ്കിൽ ഒരിക്കലും കയറരുത്. അവിടെ നല്ല മൂടൽ മഞ്ഞും. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ ഒരു ഫീലാണ് നമ്മുടെ മനസ്സിൽ. നമ്മുടെ മനസ്സിലെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞാൽ അത് റിലാക്സ് ആവും, നമുക്കൊരു ആശ്വാസം കിട്ടും. പക്ഷെ ശ്രദ്ധിക്കണമെന്ന് മസ്റ്റായിട്ട് ഞാൻ വീണ്ടും പറയാണ്. അവിടെ നിന്നും ഒരു കേവ് ഉണ്ട്. ഞങ്ങൾ ആ കേവിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പക്ഷെ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്ത് വരെ ഓടി. ഒന്ന് ശ്രദ്ധിക്കണോട്ടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അവിടെ ഞങ്ങളൊരു കോഫി കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു നേരെ രാമക്കൽമേട്. എത്ര ഭംഗിയുള്ള പ്ലേസ് ആണെന്ന് അറിയും. ഇവിടെ കാണാൻ തന്നെ എത്ര നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ലൈഫിൽ ഒരു തവണയെങ്കിൽ പോകണം, ഫാമിലീസായിട്ടും എല്ലാവരായിട്ടും. ഞങ്ങൾ അവിടുത്തെ എല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. നൈറ്റാണ്, ഫുൾ മഴയും നല്ല ഇരുട്ടും. റോഡ് പോലും കാണാൻ പറ്റുന്നില്ല മൂടൽ മഞ്ഞും കൊണ്ട്. നല്ല യാത്രയായിരുന്നു അത്. വഴിയൊന്നും കാണാൻ പറ്റുന്നില്ലേ, ചെറുതായിട്ട് കണ്ണിലെന്തോ മൂടൽ മഞ്ഞ് മൊത്തം കാട്ടോത്തിന് കണ്ട് നീ എന്തിനാടെ പേടിക്കണേ? പിന്നെ ഓടിച്ചിട്ട് കുത്തുപോയി. എടാ നീ വണ്ടി എടുത്ത് വിട്. ഇല്ലില്ല, എടാ ഒറ്റ പോക്ക്. ഒരു വണ്ടി എടാ ഒറ്റ പോക്ക് നോക്കോ. അത് ഓടി വന്ന എടാ ഇല്ലടാ, നീ ആഞ്ഞു വിട്. എന്റെ വിട്ടത് മാന്. എടാ ഇല്ലടാ, നാളെ വരും.
എടാ അതൊന്നും ചെയ്യില്ല. ഈ വണ്ടി തിരിക്കണെന്തിനാണ്? അതൊന്നും ചെയ്യില്ല. അതങ്ങോട്ട് പോയി. എടാ അതൊന്നും ചെയ്യില്ലടാ കാട്ടുപോത്ത്. എടാ നീ വണ്ടി എടുത്ത് ഒറ്റ പോക്കോ? നീ വിട്ടോ? എടാ അതൊന്നും ചെയ്യില്ലടാ. കൂടെ മാനാണോ അത്? മാനാണെന്നു. എടാ നീ പേടിക്കണ്ട. എന്നാ നീ ബാക്കിലിരിക്കേ. എടാ നീ വണ്ടി എടുത്ത് ഒറ്റ പോക്ക് നോക്കോ? എടാ അതൊന്നും ചെയ്യില്ല. ചാട്ടം ചാടും. എടാ ഇല്ലടാ, അറിയാത്തോണ്ടാ സത്യം. കൊറേ കൂടെ ആനയൊന്നും ഇല്ലടാ, ചെറിയൊരു കാട്ടുപോത്തിനായിട്ട് നീ ഇതിനെ പേടിക്കണം. കാട്ടുപോത്ത് നിങ്ങൾക്ക് അറിഞ്ഞോടാ. ഞങ്ങളുടെ അവിടെ ഈ കാട്ടുപോത്തിനെ കൊണ്ട് എന്തുമാത്രം ആൾക്കാരെ കുത്തി വളർത്തിയിട്ടുള്ള സാധനമാണെന്നറിയാം. സാഹസിക യാത്രയിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിലെത്തി. നല്ല തണുപ്പായിരുന്നു, നൈറ്റായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ സ്റ്റേ ചെയ്തു. ഞങ്ങൾ അവിടെ നിന്നും രാവിലെ ഒരു മോർണിംഗ് ടീ കുടിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ് മൂന്നാർ സിറ്റി. പഴയ ബിൽഡിങ്ങുകളും പള്ളികളും. ലൈഫിൽ ഒരു തവണയെങ്കിലും മൂന്നാറിൽ പോകണം, മൂന്നാർ എക്സ്പീരിയൻസ് ഒന്ന് അറിയണം, ആ സിറ്റി. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ബോർഡർ ഞങ്ങൾ ആ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങൾ മൂന്നാറിലേക്ക് കടക്കാൻ പോവുകയാണ്. മൂന്നാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പണ്ടുള്ളവർ പറയുന്നു. ഞങ്ങൾ അതൊന്ന് ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ മൂന്നാറിലേക്ക് കടന്നു. എത്ര ഭംഗിയാണ് ഇവിടുത്തെ പ്ലേസുകൾ. കണ്ട നമ്മുടെ കണ്ണെടുത്തൊന്നും മാറ്റാൻ പോലും നമുക്കൊന്നും തോന്നില്ല. പോകുന്ന വഴിക്ക് പല ആക്സിഡൻറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പം നിങ്ങൾ മെയിനായിട്ട് മസ്റ്റായിട്ട് ബൈക്കിൽ പോകുന്നവർ ശ്രദ്ധിക്കണം. ഞങ്ങൾ അവിടെ ഒരു ഡാമിലെത്തി. ആ ഡാം എത്ര മനോഹരം. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിംഗ് ചെയ്തു. ബോട്ടിംഗ് ചെയ്തപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് പതുക്കെ ഒന്ന് വീഴാനായി പോയി. പക്ഷെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, ബോട്ടിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കണം. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. അവിടെ എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മൂന്നാറിലേക്ക്, അവിടെ മൂന്നാറിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാനായിട്ട് എത്തി. ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഫോറസ്റ്റിലേക്കുള്ള വഴിയാണ്, അതായത് വട്ടവടയിലേക്കുള്ള ഫോറസ്റ്റ്. ഇവിടെ വന്യമൃഗ ജീവികൾ പലതുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു ടൈമുണ്ട്, 6 to 5 അതിനുള്ളിൽ റിട്ടേൺ വരണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഞങ്ങളങ്ങനെ നേരെ വട്ടവടയിലേക്ക് യാത്ര തിരിച്ചു. വട്ടവട ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഫ്ലാറ്റായി പോയി. അത്രയ്ക്ക് നല്ല സുന്ദരമായ സ്ഥലമാണ് വട്ടവട. അവിടുത്തെ വീടുകളും അവിടുത്തെ ആൾക്കാരും അവരുടെ പെരുമാറ്റം ഒന്നും പറയാൻ പറ്റാത്ത തന്നെയാണ്. ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വട്ടവടയ്ക്ക് പോകണം. വട്ടവടയിൽ ഒരു ടൈമുണ്ട്, 4 o'clock, മോർണിംഗ് 4 o'clock. നമ്മൾ അവിടെ നിന്നും നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിലൊന്നും നമ്മൾ കാണില്ല. അത്രയ്ക്ക് മൂടൽ കൊണ്ട്, കോട കൊണ്ട് മങ്ങിയ പ്ലേസ്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് ഇവരുടെ ഭാഷ തമിഴ് മലയാളം മിക്സിങ്, പക്ഷേ മെയിനായിട്ട് തമിഴാണ്. ഞങ്ങളങ്ങനെ വട്ടവടയിലെ ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വട്ടവട ഫുൾ, ദെൻ തമിഴ്നാടും എല്ലാം നമുക്ക് ആസ്വദിക്കാം. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ യാത്രയിൽ. നമ്മളവിടെ എല്ലാം ചുറ്റി കണ്ടു. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോ നമ്മൾ എടുത്തു ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട്. നിങ്ങളും അങ്ങനെ പല ഫോട്ടോസുകൾ എടുക്കണം. അവിടെ കുറേ ജീപ്പുകാരുണ്ട്, അവർ പറയും ഒരു വാട്ടർഫോൾ കൊണ്ട് ഇത്ര പേയ്മെൻ്റ് എന്ന് പറയും. പക്ഷെ നമ്മളങ്ങോട്ട് പോകരുത്. ഞങ്ങളങ്ങോട്ടേക്ക് ഞങ്ങളുടെ ബൈക്കിൽ തന്നെ യാത്ര ചെയ്തു. ഭയങ്കര വലിയൊരു ഫോറസ്റ്റാണ്, ഒരു വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നിനെയും കണ്ടില്ല. ഞങ്ങൾ കുറച്ച് നിരാശയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, വെള്ളച്ചാട്ടം കാണാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തി. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയി കുറേയൊക്കെ നടന്ന് ക്ഷീണിച്ചു. ഞങ്ങളങ്ങനെ ആ വാട്ടർഫോൾസ് കാണാൻ ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി. ഇതാണ് ആ വാട്ടർഫോൾസ്. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട് പോലെയാണ്. വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത തോട് പോലെ. ഇതാണ് വാട്ടർഫോൾസ്. ഞങ്ങൾ അന്തം വിട്ടത്. ഞങ്ങൾ ഇത്രയും ദൂരം അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി. അവിടെ നിന്നും ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് ഈ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് വളരെ നിരാശയായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ എത്തിയത് കൊണ്ട് അവിടെ എല്ലാം ഒന്ന് നോക്കി, വാട്ടർഫോൾസ് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ അവിടെ ചെന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല. വളരെ നിരാശ. പക്ഷെ അവർ പറഞ്ഞു അവിടെ എന്ത് പണി നടക്കാണ് എന്നൊക്കെ. കാരണം ജീപ്പുകാരും പലവരും അവിടെ നമ്മൾ എത്തിയ വഴി തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം മസ്റ്റായിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ ചുറ്റി നടന്ന് എല്ലാം കണ്ടു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്തു. ഞങ്ങൾക്കൊരു നിരാശയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മൂന്നാറുള്ള എക്സ്പീരിയൻസ്, അതായത് മൂന്നാർ കണ്ട് ആസ്വദിച്ച മൈൻഡിലിരിക്കുന്ന ആ ഹാപ്പിനെസ് കൊണ്ട് ഞങ്ങൾ ആ ഒരു വിഷമം മറികടന്ന് ഞങ്ങൾ റിട്ടേൺ നാട്ടിലേക്ക് തിരിച്ചു.
പക്ഷെ വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വരണമെന്ന് തോന്നും, ആർക്കായാലും തോന്നും. നിങ്ങൾക്കും ലൈഫിൽ 1, 2, 3 തവണ പോകണം ഫാമിലി ഒന്നിച്ചായാലും. അതിനുശേഷം ഞങ്ങൾ നല്ല മഴയായിരുന്നു റിട്ടേൺ ഉള്ള ടൈമിൽ. ഞങ്ങളൊരു കോഫി കുടിച്ചു. കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസുകളെല്ലാം അവിടെ എടുത്തു. ഞങ്ങൾ അവിടെ നിന്നും റിട്ടേൺ ചെയ്തു. ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഫോട്ടോസുകൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പോകണം. രാമക്കൽമേട്, മൂന്നാർ, വട്ടവട. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ എല്ലാം. പിന്നെ ഇതെൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണ്, ജൂനിയർ വ്ളോഗ്സ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ്. അപ്പോൾ എല്ലാവരും